എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കേരളത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 8304928062 എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം കേരളത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിലവസരങ്ങൾ എന്തൊക്കെയാണെന്ന്. ആദ്യത്തെ വേക്കൻസി വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലേക്കാണ്, കോട്ടക്കലിലേക്ക് അക്കൗണ്ട്സ് കം ബില്ലിംഗ് സ്റ്റാഫായിട്ട് വേക്കൻസിയുണ്ട്. ബികോം അല്ലെങ്കിൽ ഡിപ്ലോമ ക്വാളിഫിക്കേഷനുള്ള ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഒരുപോലെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട്. 12 മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക. 15,000 രൂപ മുതൽ 18,000 രൂപ വരെ ആയിരിക്കും സാലറി ഉണ്ടാവുക. ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏത് ജില്ലക്കാർക്കും ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് കോഴിക്കോട്ടേക്കാണ്. ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലേക്ക് മീഡിയ ഹെഡ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ്, മാർക്കറ്റിംഗ് ഹെഡ് പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട്. 4 മുതൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. UG അല്ലെങ്കിൽ PG ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. മികച്ച സാലറി ഉണ്ടായിരിക്കും. ബാക്കി ഡീറ്റെയിൽസ് ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് മലപ്പുറം പുത്തനത്താണിയിലേക്കാണ്. അക്കൗണ്ടന്റ് കം സെയിൽസ് സ്റ്റാഫായിട്ട് ഒരു ഫീമെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട്. ബികോം അല്ലെങ്കിൽ ഡിപ്ലോമ പാസ്സായിട്ടുള്ള ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരാളെയാണ് ആവശ്യം. 12,000 രൂപ മുതൽ 15,000 രൂപ വരെ ആയിരിക്കും സാലറി. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വർക്ക് ഉണ്ടാവുക. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂർ, കോട്ടക്കൽ, പുത്തനത്താണി ഭാഗങ്ങളിലേക്കാണ്. ലേഡി റിസപ്ഷനിസ്റ്റ്, ക്യാമ്പയിൻ സ്റ്റാഫ്, ഫീൽഡ് സെയിൽസ് എക്സിക്യൂട്ടീവ്, ലേഡി ടെലികോളിംഗ് സ്റ്റാഫ് എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസി ഉണ്ട്. ഒരു ജ്വല്ലറി ഗ്രൂപ്പിലേക്കാണ് ഈ ഒരു വേക്കൻസികൾ വന്നിട്ടുള്ളത്. മികച്ച സാലറി ഉണ്ടായിരിക്കും. അതാത് ഭാഗങ്ങളിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസികളിലേക്ക് പരിഗണിക്കുകയുള്ളൂ. ബാക്കി ഡീറ്റെയിൽസ്, സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് തിരൂരിലേക്കാണ്. തിരൂരിലേക്ക് റിസപ്ഷനിസ്റ്റ് ആയിട്ടും കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കും വേക്കൻസികളുണ്ട്. 2 വേക്കൻസികളിലേക്കും ഫീമെയിൽസിനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. റിസപ്ഷനിസ്റ്റ് ആയിട്ട് ഫ്രഷർ ആണെങ്കിലും എക്സ്പീരിയൻസ് ആണെങ്കിലും പരിഗണിക്കും. ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. CRE കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസ് നിർബന്ധമാണ്. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക. ഈ 2 വേക്കൻസികളിലേക്കും തിരൂർ ടൗണിൽ നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിലുള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് എറണാകുളത്തേക്കാണ്. HR അസിസ്റ്റന്റ് മാനേജർ, സെയിൽസ് അസോസിയേറ്റ്, ഫിഷ് ആൻഡ് ചിക്കൻ സ്റ്റാഫ്, സ്റ്റോർ മാനേജർ, അക്കൗണ്ടന്റ്, CRE പ്രൊഡക്റ്റ് മെർച്ചൻഡൈസർ, ഇൻവെന്ററി റിസീവർ, ഡാറ്റ എൻട്രി സ്റ്റാഫ്, പാക്കിംഗ് സ്റ്റാഫ്, ബില്ലിംഗ് സ്റ്റാഫ്, ഡ്രൈവർ എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട്. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിശോധിക്കാം. HR അസിസ്റ്റന്റ് മാനേജറായിട്ട് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിൽ MBA പാസ്സായിട്ടുള്ള 2 മുതൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് റീറ്റെയിൽസിലുള്ള ആളെയാണ് ആവശ്യം. സെയിൽസ് അസോസിയേറ്റ് ആയിട്ട് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും. ഫിഷ് ആൻഡ് ചിക്കൻ സ്റ്റാളിൽ നിൽക്കാൻ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും. ഈ ഒരു വേക്കൻസിയിലേക്ക് ഫ്രഷേഴ്സിനെയും പുരുഷന്മാരെയും സ്ത്രീകളെയും പരിഗണിക്കുന്നതാണ്. സ്റ്റോർ മാനേജറായിട്ട് പുരുഷന്മാരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ഡിഗ്രി അല്ലെങ്കിൽ PG ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. 4 മുതൽ 6 വർഷത്തെ എക്സ്പീരിയൻസ് ഹൈപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടായിരിക്കണം. അക്കൗണ്ടന്റ് ആയിട്ട് ബികോം അല്ലെങ്കിൽ MCOM ക്വാളിഫിക്കേഷനുള്ള അല്ലെങ്കിൽ MBA ക്വാളിഫിക്കേഷനുള്ള യുവാക്കളെയാണ് പരിഗണിക്കുന്നത്. 2 മുതൽ 4 വർഷത്തെ എക്സ്പീരിയൻസ് റിറ്റെയിൽ മേഖലയിൽ ഉണ്ടായിരിക്കണം. CRE പോസ്റ്റിലേക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള അല്ലെങ്കിൽ PG ക്വാളിഫിക്കേഷനുള്ള 1 മുതൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഫീമെയിൽസിനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. പ്രൊഡക്റ്റ് മെർച്ചൻഡൈസറായിട്ട് പുരുഷനെയാണ് പരിഗണിക്കുന്നത്. മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇൻവെന്ററി റിസീവർ ആൻഡ് ഡാറ്റ എൻട്രി സ്റ്റാഫായിട്ട് യുവാക്കളെയാണ് പരിഗണിക്കുന്നത്. ഡിഗ്രിയോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ നോളജും ഉണ്ടായിരിക്കണം. 1 മുതൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഹൈപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടായിരിക്കണം. പാക്കിംഗ് സ്റ്റാഫായിട്ട് യുവാക്കളെയാണ് പരിഗണിക്കുന്നത്. എക്സ്പീരിയൻസ് ആവശ്യമില്ല, എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും. ബില്ലിംഗ് സ്റ്റാഫായിട്ട് യുവാക്കളെ പരിഗണിക്കുന്നത്. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരും കമ്പ്യൂട്ടർ നോളജ് ഉള്ളവരുമായിരിക്കണം. മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഡ്രൈവറായിട്ട് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറെയാണ് ആവശ്യം, പുരുഷനെയാണ് ആവശ്യം. 2 മുതൽ 4 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. എല്ലാ വേക്കൻസികളിലേക്കും തന്നെ ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ്. ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. എല്ലാ വേക്കൻസികളിലേക്കും ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏത് ജില്ലക്കാർക്കും ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 8304928062 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്.